ഹായ് ഇറ്റ്സ് മീ സ്റ്റെഫി. ഇന്നിവിടെ സാറ്റർഡേ കേട്ടോ. പക്ഷേ വീഡിയോ വരുന്നത് സൺഡേ ആയിരിക്കും. ഈ സാറ്റർഡേയിലെ വെതർ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു വെതറായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഗുഗൻപാറ വരെ ഒന്ന് പോയി ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും. ഇതേപോലെ എനിക്ക് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ സംസാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഗൻപാറ. അപ്പോൾ ഗുഗൻപാറ വരുമ്പോൾ തന്നെ ഒരു നോട്ടീസ് ബോർഡാണ് കേട്ടോ ഫസ്റ്റ് കാണുന്നത്. ഇതൊരു ഹോളി പ്ലേസ് ആണ് കേട്ടോ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഹോളി വെല്ലുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഈ നാണയമില്ലേ നമ്മുടെ കോയിൻസ് അവിടെ എറിഞ്ഞിടുന്ന കാണാമായിരുന്നു. പിന്നെ അവിടെ ഒരു ബോർഡ് വന്നു, അങ്ങനെ എറിയരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം അവിടെ ആരും എറിയുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വെതറിൻ്റെ കാര്യം ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നല്ല സണ്ണി ആയിരുന്നു. പക്ഷെ ഇപ്പം നോക്ക് ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റില്ല. തണുപ്പ് മാത്രമല്ല കേട്ടോ, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടത്. പിന്നെ ഇന്നൊരു ഭാഗ്യമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു വെഡ്ഡിങ് കാണാൻ പറ്റി. വെഡ്ഡിങ് കഴിഞ്ഞു പോയി, അത് കഴിഞ്ഞിട്ടുള്ള കപ്പിൾസിനെ കാണാൻ പറ്റി. ഇവിടെ ഞാനിങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഐറിഷുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സാറ്റർഡേസിലും സൺഡേസിലും ഇവിടെ വെഡ്ഡിങ് നടക്കുന്നു. എന്തായാലും ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം എന്തായാലും കിട്ടി. പിന്നെ ഇപ്പം ഞങ്ങൾ കയറി പോകുന്നത്, എനിക്ക് തോന്നുന്നത് ഇതൊരു കല്ലറയാണെന്നാണ് തോന്നുന്നത്. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്താണെന്ന്. പലവട്ടം വന്നിട്ടുണ്ട്, പലവട്ടം ഇതിനകത്ത് കയറിയിട്ടുമുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ആദ്യമോട് ഇതിന് കുരിശിൻ്റെ വഴിയുടെ സ്ഥലമാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട്. കാരണം 14 സ്ഥലങ്ങൾ അവിടെയുണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് കല്ലറയുണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് എനിക്കറിയില്ല ഇത് എന്താണെന്നുള്ളൊരു അറിയില്ല കേട്ടോ. ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിലത്തേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഹിസ്റ്ററി എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഞാൻ കണ്ടത് ഒരു 6th സെഞ്ച്വറിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഗുഗൻപാറ എന്നാണ് കേട്ടത്. അതേപോലെ തന്നെ ഒരു സന്യാസി മഠമായിരുന്നാണ് ഞാൻ കണ്ടത്. എനിക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ എനിവേ ഇതിൻ്റെ ഹിസ്റ്ററി വേണ്ടവർക്ക് ഞാനിവിടെ ഹിസ്റ്ററി എടുത്ത് പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും. പിന്നെ ഒരു ബെല്ല് അവിടെ കിടപ്പുണ്ട്, നമ്മുടെ മണിയില്ലേ. ഞാൻ അടിച്ചൊന്നുമില്ല കേട്ടോ. ഇത് 1025 ഉള്ളതാണ് ഈ മണി. അതും എന്തിൻ്റെ ആണെന്ന് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് അത് പറയാണ്ടിരിക്കാൻ പറ്റും കേട്ടോ. അവിടെ ഒരു കുഞ്ഞി പള്ളിയുണ്ടോ, ഈ പള്ളിയിലാണ് കേട്ടോ അവിടെ കല്യാണം നടക്കുന്നത്. ആ പള്ളി എന്ന് വെച്ചാൽ ഒരു 10 to 15 മെമ്പേഴ്സ്, എനിക്ക് തോന്നുന്നു മാക്സിമം 15 മെമ്പേഴ്സ്, അത്രയും പേർക്ക് ഇരിക്കാനുള്ളൊരു സീറ്റിങ്സ് അവിടെയുള്ളു. അതിനകത്ത് ഈ കല്യാണം നടക്കുന്നത്. അതൊരു ഒരു പ്രത്യേക മൊമെൻ്റാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഇങ്ങനെ ഈ കല്യാണം നടക്കുന്നത്. പിന്നെ ഇത് പള്ളിയുടെ ബാക്ക് സൈഡിലോട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. അയ്യോ, അവിടെ പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. ഞാൻ എപ്പോൾ പോയാലും അവിടെ ഞാൻ ഫോട്ടോ എടുത്തിട്ടേ വരത്തുള്ളൂ. അവിടെ ഭയങ്കര രസമാണ്. ഈ റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക ലൊക്കേഷൻ എന്ന് പറയത്തില്ലേ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. മൊത്തം റോക്സും വെള്ളവും പിന്നെ ഇതേ ഒരു മരം കണ്ടോ, അതിൻ്റെ സൈഡിൽ പോയി ഒന്ന് ഫോട്ടോ എടുക്കാണ്ട്, അത് ഭയങ്കര രസമാണ് കേട്ടോ. ആ ഫോട്ടോ ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പം ഫാമിലി, അതേപോലെ നമ്മുടെ പിള്ളേർ, ഫാമിലി, അതേപോലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിലത്തേക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഈ ഗുഗൻപാറ എന്ന് വെച്ചാൽ. ഈ ഗുഗൻപാറ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോർക്ക് സിറ്റി കൗണ്ടിയുടെ അണ്ടറിലാണ് ഈ ഗുഗൻപാറ ഉള്ളത്. എനിക്ക് തോന്നുന്നത് കോർക്കിലുള്ള എല്ലാവർക്കും തന്നെ ഈ ഗുഗൻപാറയെ കുറിച്ച് അറിയാം. ഈ അയർലൻഡിൽ എനിക്ക് മറ്റുള്ള കൗണ്ടീസിൽ അറിയില്ല, അവർക്ക് അറിയാമോ ഇല്ല എന്നുള്ളത്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ ഈ വീഡിയോ ഇടുന്നത്. ഇത് ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് ആട്ടോ ഇത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 ടോയ്ലറ്റ് ഉള്ളത്. ഇത് ഫസ്റ്റ് ടോയ്ലറ്റ്, അപ്പുറത്ത് നമ്മുടെ വോക്കുണ്ട്, ആ വോക്കിൽ സെക്കൻഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇതൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, വായോ. കണ്ടോ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ അയർലൻഡിലെ ടോപ്പ് ടോയ്ലറ്റ് അവാർഡ് കിട്ടിയ ഒരു ടോയ്ലറ്റാണ് ഇത്. പക്ഷേ വൃത്തി അത്ര ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അത്രേ ഉള്ളു, നോട്ട് ബാഡ്. ചിലപ്പോൾ അന്നൊക്കെ ഭയങ്കര രസമായിരിക്കും, ഇപ്പം അത്ര വലിയ രസമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു മോഡല് അതൊരു നല്ല രസം തന്നെ കാണാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന നല്ലൊരു സൂപ്പർ ഫോറസ്റ്റ് വാക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ, സ്റ്റെഫി ജോബിൻ.